ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിലിണ്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കുറച്ച് ചോദ്യങ്ങളുമാണ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഒട്ടും സമയം കളയേണ്ട, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് സിലിണ്ടർ. ജീവിതത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല നിങ്ങൾ ഈ ഒരു ഷേപ്പ് കാണുന്നതെന്നൊക്കെ എനിക്കറിയാം. സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മക്കളെ, നമ്മൾ ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാകും ഇതൊരു സിലിണ്ടർ. ഈ ഒരു രൂപം ഇതൊരു 3 ഡയമെൻഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ, സർക്കിള് ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇത് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ സിലിണ്ടറിലേക്ക് വരുന്നത്. അതിനെയൊക്കെ നമ്മൾ 2D എന്ന് പറയുന്നത്. നമുക്കൊരു പേപ്പറിൽ വരയ്ക്കാം. ലെങ്തും ബ്രെഡ്ത്തും മാത്രമേ ഉള്ളൂ, അല്ലേ? ഏരിയയും പെരിമീറ്ററും മാത്രമേ ഉള്ളൂ. ഇവിടേക്ക് വരുമ്പോൾ ലെങ്തും ബ്രെഡ്ത്തും ഉണ്ട്, ഹൈറ്റും കൂടെ ഉണ്ട്, ഉയരവും കൂടി ഉണ്ട്. 3 ഡയമെൻഷണലാണ്. ഇപ്പോൾ പേപ്പറിൽ വരയ്ക്കാമെന്ന് ചോദിച്ചാൽ വരയ്ക്കും, പക്ഷേ അത് എന്താണ്, ഒരു ഫ്ലാറ്റ് സർഫസ് അല്ല, അതിനൊരു ഹൈറ്റും കൂടെ ഉണ്ട്, അല്ലേ? നമുക്ക് ചുറ്റും നടന്ന് കാണാം, നമുക്ക് എടുത്ത് ഇങ്ങനെ തിരിച്ചു മറിച്ചും ഒക്കെ നോക്കാൻ പറ്റും. അപ്പോൾ അതാണ് 3 ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഡയമെൻഷൻ രൂപമാണ് എന്തെന്ന് പറയുന്നത്, ഒരു സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സിലിണ്ടർ ഉണ്ട്, കോണുണ്ട്, സ്പിയർ ഉണ്ട്, ഹെമിസ്ഫിയർ ഉണ്ട്. ഇതെല്ലാം എന്താണ്, ഈ ക്യൂബ്, ഇതെല്ലാം എന്താണ്, 3 ഡയമെൻഷൻ രൂപങ്ങളാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് പഠിക്കണം. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ആദ്യം സിലിണ്ടറിൽ നിന്ന് തുടങ്ങുവാണ്. അപ്പോൾ സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പുട്ടുകുറ്റി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും സിലിണ്ടർ ഷേപ്പിലുള്ള ഗ്ലാസ്സുകൾ കുറവാണ്. സാധാരണ ഗ്ലാസ്സുകളെല്ലാം ഒരു കോണിക്കൽ ഷേപ്പിലേക്ക് താഴേക്ക് വരുന്നവരും ഒരു കറക്റ്റായിട്ടത് സിലിണ്ടർ ആയിരിക്കണമെന്നില്ല. അപ്പോൾ സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ സിലിണ്ടറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ബേസ്, ഇത് തറയിൽ തൊട്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ. ഇപ്പം ഇതാ ഒരു സിലിണ്ടർ, ഇതൊരു സിലിണ്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇവിടെ ഇതൊരു സർക്കുലർ ഷേപ്പ് ആയിരിക്കുമല്ലോ, അല്ലേ? നോക്കി, ഇത് സർക്കിളാണ്. അപ്പോൾ സർക്കിളാകുമ്പം സർക്കിളിന് പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം ഇതിന് ബാധകമാണ്, അല്ലേ? ഈ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ ഒരു വൃത്തമാണ്. അപ്പോൾ ഈ വൃത്തത്തിന് പറഞ്ഞ പ്രോപ്പർട്ടീസൊക്കെ ഇതിനും ബാധകമാണ്. വൃത്തത്തിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? വൃത്തത്തിന് എന്തുണ്ട്? അതിനൊരു റേഡിയസ് ഉണ്ട്, ഡയമീറ്റർ ഉണ്ട്, സർക്കംഫറൻസ് ഉണ്ട്, ഏരിയ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിലാദ്യം നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഏരിയ. ഇതിന് ഏരിയ എന്ന് പറയുമ്പം 2 രീതിയിൽ നമ്മൾ പഠിക്കണം. എന്തൊക്കെയാണ്? കർവ്ഡ് സർഫസ് ഏരിയയും ടോട്ടൽ സർഫസ് ഏരിയയും. എന്താണ് ഈ കർവ്ഡ് സർഫസ് ഏരിയ? കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഷേപ്പ്, ഇതിന് ഞാൻ പെയിൻ്റ് അടിക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് പെയിൻ്റ് അടിക്കുമ്പോൾ ഇതൊരു ഭിത്തിയാണെന്ന് വിചാരിച്ചു, ഭിത്തിയുടെ തൂണാണെന്ന് വിചാരിച്ചു. ഇത് ഞാൻ പെയിൻ്റ് അടിക്കുമ്പം ഈ ഏരിയയിലല്ലേ ഞാൻ പെയിൻ്റ് അടിക്കുകയുള്ളൂ, ഇതിന് ചുറ്റുമല്ലേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, പെയിൻ്റ് അടിക്കുകയുള്ളൂ. സോ ഇതിനെ പറയുന്നതാണ് എന്ത്? കർവ്ഡ് സർഫസ് ഏരിയ. എന്നാൽ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇതും വരും, ഇതും വരും. കർവ്ഡ് സർഫസ് ഏരിയയിൽ ഇതും വരത്തില്ല, ഇത്രയും മാത്രമേ വരുള്ളൂ. അപ്പോൾ ഈ കർവ്ഡ് സർഫസ് ഏരിയ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? കർവ്ഡ് സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ബേസ് പെരിമീറ്ററിൻ്റെ ഇതിൻ്റെ ബേസിൻ്റെ പെരിമീറ്റർ എന്താണ്? ബേസ് എന്ന് പറയുമ്പോൾ സർക്കിളാണ്, അല്ലേ? സർക്കിൾ ഇങ്ങനെ മുകളിലേക്ക് പോവുക. അപ്പോൾ ആ സർക്കിൾ ഇൻറ്റു ഹൈറ്റ്, അല്ലെങ്കിൽ സർക്കിളിൻ്റെ പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. കാരണം പെയിൻ്റ് അടിച്ച് നമ്മൾ ഈ ഏരിയയിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പെയിൻ്റ് അടിക്കുന്നുള്ളൂ. ഈ ഏരിയയിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പെയിൻ്റ് അടിക്കുന്നുള്ളൂ, അല്ലേ? അപ്പോൾ ആ അതിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ സർക്കിളിൻ്റെ പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. സോ പെരിമീറ്റർ ഓഫ് ബേസ്, സർക്കിളിൻ്റെ പെരിമീറ്റർ എന്താ? 2πr അല്ലേ പഠിച്ചേ? 2πr ഇൻറ്റു ഹൈറ്റ്. 2πr ഇൻറ്റു ഹൈറ്റ് ആണ് അവിടെ വരുന്ന ഇക്വേഷൻ. അപ്പോൾ അത് ഓർത്ത് വെച്ചോണം. എന്താണ്? 2πr ഇൻറ്റു ഹൈറ്റ്. ഇനി ടോട്ടൽ സർഫസ് ഏരിയ, നമുക്ക് ഇതിനെ 2πrh എന്ന് പറയാം. ഒറ്റ അടിക്ക് ഇങ്ങനെ അങ്ങ് പറയും, 2πrh, അത്രേ ഉള്ളൂ. 2πr ഇൻറ്റു h ഒന്നും പറയണ്ട, 2πrh. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഈ 2πrh കാണും, പിന്നെ 2 സർക്കിളുണ്ട്, മുകളിലും ഒരു സർക്കിളുണ്ട്, താഴെ ഒരു സർക്കിളുണ്ട്. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഏരിയയിലൂടെ പെയിൻ്റ് അടിക്കണ്ടേ? ഒരു സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? πr² ആയിരിക്കും. അങ്ങനെ 2 സർക്കിൾ ഉണ്ടെങ്കിൽ 2πr². അപ്പോൾ 2πrh പ്ലസ് 2πr² എന്ന് പറയുമ്പോൾ രണ്ടിടത്തും 2πr കോമൺ ആയിട്ടുണ്ട്. 2πr ഇങ്ങനെ പുറത്തെടുത്താൽ h+r. സോ 2πr ഇൻറ്റു h+r. ഇതാണ് ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഓർത്തോണം, പടം ഓർക്കുക, ഇതും കൺസിഡർ ചെയ്യണം, ഇതും കൺസിഡർ ചെയ്യണം. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും വേണ്ട, അല്ലാതെ ഉള്ളത്. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ 2πrh, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ 2πr ഇൻറ്റു h+r. ഇനി വോളിയം കണ്ടുപിടിക്കുന്നത് ഒറ്റ ഇക്വേഷനേ ഉള്ളൂ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്ന് പറയുമ്പോൾ തറയിൽ തൊട്ടിരിക്കുന്നത് ഏത് ഭാഗമാണ്, തറയിൽ തൊട്ടിരിക്കുന്നത് ഏത് ഷേപ്പാണ്, തറയിൽ തൊട്ടിരിക്കുന്ന ഭാഗം ഏത് ഷേപ്പിലുള്ളതാണ്? സർക്കിളാണ്. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എന്താണ്? πr² ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ
പൈ ആർ സ്ക്വയർ എച്ച്. പൈ ആർ സ്ക്വയർ എച്ച്, സിലിണ്ടറിൻ്റെ വോളിയം പൈ ആർ സ്ക്വയർ എച്ച്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇത്രയും ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ ചോദ്യങ്ങളിലേക്ക് പോവാം. സോ ഒട്ടും സമയം കളയേണ്ട. ആദ്യത്തെ ചോദ്യം എന്താ? ദ റേഡിയസ് ഓഫ് ബേസ് ഓഫ് എ സിലിണ്ടർ ഇസ് 14 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് കർവ്ഡ് സർഫസ് ഏരിയ ഇസ് 880 സെന്റിമീറ്റർ സ്ക്വയർ. ഇറ്റ്സ് വോളിയം ഇസ്. അപ്പം നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? കർവ്ഡ് സർഫസ് ഏരിയ പറഞ്ഞിട്ടുണ്ട് അല്ലേ മക്കളെ? കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2πRH. എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 880. അപ്പം ഞാൻ ചോദിക്കട്ടെ, πRH എത്ര ആയിരിക്കും? 2πRH അല്ലേ 880? അപ്പോൾ πRH എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 880/2 440 അല്ലേ? അപ്പം പൈ 22/7 എടുത്തോളാൻ അവർ പറഞ്ഞിട്ടുണ്ട്. സോ പൈക്ക് പകരം 22/7 ഇൻറ്റു ആർ എന്ന് പറയുമ്പം റേഡിയസ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? ബേസ് ഓഫ് എ സിലിണ്ടർ 14 സെൻറ്റിമീറ്റർ. 14 ഇൻറ്റു എച്ച് ഈസ് ഈക്വൽ ടു 440. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയുന്നു. 22 ഇൻറ്റു 2 എത്ര കിട്ടും? 44. എച്ച് എന്ന് പറയുന്നതായിരിക്കും 440. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 44നെ എച്ച് കൊണ്ട് ഗുണിച്ചാലാണ് 440 കിട്ടും. അപ്പോൾ എച്ച് എന്ന് പറയുമ്പോൾ 440 ഡിവൈഡഡ് ബൈ 44 എത്ര കിട്ടും? 10 എന്ന് കിട്ടും. സോ എച്ച് എത്രയാണ്? 10. ഹൈറ്റ് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. സോ ഹൈറ്റ് നമുക്ക് 10 എന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ എച്ചിൻ്റെ വാല്യൂ നമുക്ക് 2πRH ഇട്ട് കൊടുത്താൽ, 2πRH അല്ലല്ലോ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, എന്താണ്? വോളിയമാണ്. ഓക്കെ, ടോട്ടൽ 2πRH ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. സോ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ വോളിയം ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച്. പൈ എന്ന് പറഞ്ഞാൽ 22/7. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 റേഡിയസ് 14 അല്ലേ? യെസ്, 14 ഇൻറ്റു 10. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയുന്നു. സോ 44 ഇൻറ്റു 22 ഇൻറ്റു 44 ഇൻറ്റു 140 എന്ന് കിട്ടും. അല്ലെങ്കിൽ 22 ഇൻറ്റു 28 ഇൻറ്റു 10 എങ്ങനെ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6160 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. 6160 സെൻറ്റിമീറ്റർ ക്യൂബ്. സോ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാം. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ ബി 6160. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. ദ റേഡിയസ് ഓഫ് ദ ബേസ് ഓഫ് എ സിലിണ്ടർ എന്തോന്ന്? ദ റേഡിയസ് ഓഫ് ദ ബേസ് ഓഫ് എ സിലിണ്ടർ എന്തേലും ആട്ടെ, ഒരു സിലിണ്ടറിൻ്റെ റേഡിയസ് 14 കേട്ടോ, അത്രേ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് വോളിയം ഇസ് 6160. കർവ്ഡ് സർഫസ് ഏരിയ എസ്. ഓക്കെ, സോ റേഡിയസ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 14 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വോളിയം അല്ലെങ്കിൽ പൈ ആർ സ്ക്വയർ എച്ച് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മുമ്പത്തെ ചോദ്യം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. കാരണം മുമ്പത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് 6160. വോളിയം ഉണ്ട്, അപ്പോൾ റേഡിയസും ഉണ്ട്, അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. എത്രയാണ്? 880. സോ ആൻസർ എത്ര ആയിരിക്കും? 880 ആയിരിക്കും. കാരണം അത് നമുക്കറിയാം. പക്ഷേ മുമ്പത്തെ ചോദ്യം ചെയ്തത് കൊണ്ടാണ് പറയാൻ പറ്റിയത്. ആ ചോദ്യം ഇല്ലായിരുന്നു, ഈ ചോദ്യം മാത്രമായിട്ട് തന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം. സോ റേഡിയസ് 14, പൈ ആർ സ്ക്വയർ എച്ച് 6160. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എച്ച് കണ്ടുപിടിക്കാം. എച്ച് എങ്ങനെ കണ്ടുപിടിക്കും? പൈ 22/7 എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 22/7 ഇൻറ്റു ആർ സ്ക്വയർ. എന്തോ ഒരു വലിയ വണ്ടി പോകുന്നുണ്ട് പുറത്തൂടെ, അതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ടായിരിക്കും. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 14 ഇൻറ്റു 14 ഇൻറ്റു എച്ച് അറിയത്തില്ല. സോ എച്ച് ഈസ് ഈക്വൽ ടു 6160. അപ്പോൾ 2. സോ 44 ഇൻറ്റു 14 ഇൻറ്റു എച്ച് ഈസ് ഈക്വൽ ടു 6160. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു 6160 ഡിവൈഡഡ് ബൈ 44 ഇൻറ്റു 14 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എച്ച് 10 കിട്ടും. മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എച്ച് 10 കിട്ടിയില്ലേ? അതുപോലെ ഇവിടെ എച്ച് എത്ര കിട്ടും? 10 കിട്ടും. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? കർവ്ഡ് സർഫസ് ഏരിയ അല്ലേ കണ്ടുപിടിക്കണ്ടേ? സോ 2πRH എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് എത്ര? 14 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 10. അപ്പോൾ 22 ഇൻറ്റു 2 44 ഇൻറ്റു 2 88 ഇൻറ്റു 10 എത്ര കിട്ടും? നമുക്ക് 880 കിട്ടും. 880. സോ ആൻസർ 880, ഓപ്ഷൻ എ. സോ വളരെ എളുപ്പമായിട്ടുള്ളൊരു ചോദ്യമാണ്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1ഉം ക്വസ്റ്റ്യൻ നമ്പർ 2 സിമിലാരിറ്റി ഉള്ള ചോദ്യമാണ്. ഒരേ ചോദ്യം തന്നെ രണ്ട് രീതിയിൽ, ഒരേ ഐഡിയ തന്നെ രണ്ട് രീതിയിൽ ചോദിച്ചെന്നുള്ളൂ. ഒരിടത്ത് വോളിയം ചോദിച്ചു, ഒരിടത്ത് എന്ത് ചോദിച്ചു? കർവ്ഡ് സർഫസ് ഏരിയ ചോദിച്ചു. സോ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. Let A and B are two cylinders
such that the capacity of A is same as the capacity of B. So A യുടെയും B യുടെയും വോളിയം ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. The ratio of diameters of A and B is 1:4. What is the ratio of the heights of A and B? അതായത് പൈ ആർ സ്ക്വയർ എച്ചും പൈ ആർ സ്ക്വയർ എച്ചും ഈക്വൽ ആണ്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും പൈ നമുക്ക് വെട്ടിക്കളയാം. കാരണം പൈ യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് ആണ്. 3.14 അല്ലെങ്കിൽ 22/7 is not the correct accurate value of pi, approximate value ആണ്. അപ്പോൾ അതുകൊണ്ട് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് പൈ എടുത്ത് ദൂരെ കളയാം. അപ്പോൾ നിങ്ങൾ ചിലരെന്ത് ചെയ്യുന്നറിയാം, ഈ ആറ് വലിയ അക്ഷരം ക്യാപിറ്റൽ ആർ സ്ക്വയർ എച്ചും മറ്റൊരു സ്മോൾ ആർ സ്ക്വയർ എച്ചും എടുക്കും. അങ്ങനെയൊന്നും വേണ്ടത്. ഇപ്പോൾ നമ്മൾ ആരെയും കാണിക്കാൻ വേണ്ടിയല്ലോ, ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ലോ, നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടിയില്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. ചിലർ R1 സ്ക്വയർ H1 എന്ന് എഴുതും, R2 സ്ക്വയർ H2 എന്ന് എഴുതും. ഡസൻറ്റ് മാറ്റർ. സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. എന്തുവാ, എയുടെയും ബി യുടെയും എന്താണ് ഈസ് ദ സെയിം ആസ് ദ കപ്പാസിറ്റി ഓഫ് ബി. ദ റേഷ്യോ ഓഫ് ഡയമീറ്റേഴ്സ് ഓഫ് എ ആൻഡ് ബി. ഡയമീറ്ററിൻ്റെ റേഷ്യോ എത്രയാണ്? 1:4 ആണ്. അയ്യോ സാറേ, നമുക്ക് ഡയമീറ്റർ അല്ലല്ലോ, റേഡിയസിൻ്റെ റേഷ്യോ ഇപ്പോൾ തന്നിട്ടില്ലല്ലോ, എന്ത് ചെയ്യും? മക്കളെ, ഡയമീറ്ററിൻ്റെ റേഷ്യോ തന്നെ ആയിരിക്കും റേഡിയസിൻ്റെ റേഷ്യോ. കാരണം എല്ലാ സർക്കിളിൻ്റെയും ഡയമീറ്ററിൻ്റെ പകുതിയല്ലേ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ 1:4 ഒരു റേഷ്യോയിൽ ഒരേ ചേഞ്ച് തന്നെ വന്നാൽ റേഷ്യോ മാറത്തില്ല. ഇപ്പം 10:20, രണ്ടിനെയും 10 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 1:2. സോ 10:20 എന്ന് പറയുന്നത് തന്നെയാണ് 1:2. സോ കോൺസ്റ്റന്റ് ചേഞ്ചസ് ആണ് റേഷ്യോന് വരുന്നതെങ്കിൽ റേഷ്യോന് ഒരിക്കലും മാറ്റം ഉണ്ടാകത്തില്ല. അപ്പോൾ ഡയമീറ്ററിൻ്റെ റേഷ്യോ തന്നെ ആയിരിക്കും എന്തിൻ്റെ റേഷ്യോ? റേഡിയസിൻ്റെ റേഷ്യോ. സോ റേഡിയസിൻ്റെ റേഷ്യോ എത്ര തന്നെ ആയിരിക്കും? 1:4 തന്നെ ആയിരിക്കും. സോ ഇവിടെ 1 സ്ക്വയർ 1 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ്, ഇവിടെ 4 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ്. സോ H:16H എന്ന് കിട്ടും. H:16H എന്ന് കിട്ടും. സോ ഇത് തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ നമുക്ക് തോന്നും 1:16 എന്ന് പറയാമെന്ന്. കാരണം ഇവിടെ ഇത് റേഷ്യോ അല്ല, ദിസ് ഇസ് ആക്ച്വലി ഈക്വൽ ആണ്. രണ്ടിൻ്റെയും വോളിയം ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ H=16H എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ പറയാം റേഷ്യോ എന്നാൽ പിന്നെ 1:16 പറയാമല്ലോ. പറ്റത്തില്ല. കാരണം എന്താ, ഇതിനെ വേണമെങ്കിൽ ഞാൻ HA എന്നും ഇതിനെ HB എന്നും എടുക്കും. ഓക്കെ, സോ ഇതിന് ഇപ്പുറത്തൊരു 1 ഉണ്ട്, 1HA. ഓക്കെ, സോ HA ഈസ് ഈക്വൽ ടു 16HB. അപ്പോൾ ചോദിക്കും ഇതിപ്പോൾ എന്തിനാണ് വീണ്ടും ഒന്നുകൂടെ എഴുതിയെന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ 1നെ ഇവിടെ ആക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ A/B എന്ന രൂപത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് HA ഡിവൈഡഡ് ബൈ ഈ HB ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. HB ഈസ് ഈക്വൽ ടു, അപ്പോൾ എന്താണ്, ഈ 16 ഇവിടെ നിന്നിട്ട് 1 ഇപ്പുറത്തോട്ട് വരും. സോ 16/1 എന്ന് കിട്ടും. അപ്പോൾ കണ്ടോ, A/B ഈസ് ഈക്വൽ ടു, H കട്ട് ചെയ്ത് കളയാം, A/B ഈസ് ഈക്വൽ ടു 16/1. അപ്പം A/B ഈസ് ഈക്വൽ ടു 16:1 എന്ന് കിട്ടി. അല്ലാതെ 1:16 പറയരുത്. ഈക്വലിന് അപ്പുറം ഇപ്പുറം കിടക്കുവാണെങ്കിൽ റേഷ്യോ ആക്കുമ്പോൾ നേരെ തിരിഞ്ഞു വരുമെന്ന് ഓർത്താൽ മതി. 16:1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ 16:1 ഓപ്ഷൻ ബി, 16:1. അടുത്ത ചോദ്യം. If the base radius of two cylinders are in the ratio 3:4 and their heights are in the ratio 4:9, then the ratio of their volume is. If the base radius of two cylinders, രണ്ട് സിലിണ്ടറിൻ്റെ ബേസ് റേഡിയസ് ഏത് റേഷ്യോയിലാണ്? 3:4 and their heights are in the ratio 4:9, then the ratio of their volumes is. അപ്പോൾ ബേസ് റേഡിയസ് ഓഫ് ടു സിലിണ്ടേഴ്സ്, രണ്ട് സിലിണ്ടറിൻ്റെ ബേസ് റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പം ദ ബേസ് റേഡിയസ് ഓഫ് ടു സിലിണ്ടേഴ്സ്, രണ്ട് സിലിണ്ടറിൻ്റെ റേഡിയസ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസിൻ്റെ റേഷ്യോ രണ്ട് സിലിണ്ടറിനെ ഞാനിപ്പം A എന്നും B എന്നും എടുക്കുന്നു. റേഡിയസിൻ്റെ റേഷ്യോ എത്രയാണ്? 3:4 ആണ്. ഇനി വേറൊരു റേഷ്യോ പറഞ്ഞിട്ടുണ്ട്, അതെന്താണ്? ആൻഡ് ദ റേഷ്യോ ഹൈറ്റിൻ്റെ റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. എയുടെയും ബിയുടെയും ഹൈറ്റിൻ്റെ റേഷ്യോ എത്രയാണ്? 4:9. യെസ്, 4:9. അപ്പം രണ്ട്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ വോളിയൂംസ്? റേഷ്യോ ഓഫ് വോളിയം എന്ന് പറയുമ്പോൾ πr²H പൈ അങ്ങ് കട്ട് ചെയ്ത് പോകും, r²H. അപ്പം ഇതിൻ്റെ എയുടെ റേഡിയസും എയുടെ ഹൈറ്റും എടുക്കുന്നു. അപ്പോൾ r² എന്ന് പറയുമ്പോൾ 3² × 4 ഈസ് ടു ഇവിടെ ബിയുടെ റേഡിയസും ബിയുടെ ഹൈറ്റും എടുക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? 4² × 9. സോ 3²
9 ഇൻറ്റു 4, 4 സ്ക്വയർ 16 ഇൻറ്റു 9 അല്ലേ. ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് എന്ത് കട്ട് ചെയ്ത് കളയാം? 9 അങ്ങ് കട്ട് ചെയ്ത് കളയാം. പിന്നെ 4:16 എന്ന് കിട്ടും. 4:16 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4:16 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? 1:4 എന്ന് പറയാം. ആൻസർ എത്ര കിട്ടും? 1:4. ഇവിടെ നമ്മൾ റേഷ്യോ നേരെ 4:1 ആക്കി തിരിച്ചിട്ടുണ്ട്. കാരണം ഇത് ഇവിടെ റേഷ്യോ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പിന്നെ നമ്മളൊന്ന് ഈക്വൽ അല്ലല്ലോ. മറ്റേ മുമ്പത്തെ ചോദ്യത്തിൽ ഇവിടെ എല്ലാം എന്തായിരുന്നു? ഈക്വൽ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നേരെ തിരിച്ചിട്ടത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, റേഷ്യോ ആണ്. സോ 1:4 എന്ന് തന്നെ നമുക്ക് ആൻസർ എഴുതാം. സോ ആൻസർ ഇസ് 1:4. 1:4. അടുത്ത ചോദ്യം നോക്കാം. അഞ്ചാമത്തെ ചോദ്യം. A cylindrical vessel of radius 30 cm and height 42 cm is full of water. Its contents are emptied into a rectangular tub of length 75 cm and breadth 44 cm. The height to which the water rises in the tub is. Take pi equal 22/7 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ സിലിണ്ടറിക്കൽ വെസൽ ഓഫ് റേഡിയസ് 30 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 42 സെൻറ്റിമീറ്റർ. അപ്പം നമുക്കൊരു സിലിണ്ടർ ഉണ്ട്. ഞാനൊന്ന് വരയ്ക്കാൻ ശ്രമിക്കാം. അടിപൊളി, മനോഹരം. എൻ്റെ ഒരു കഴിവേ, അത് ഇച്ചിരി കഴിവ് കൂടിപ്പോയി. ഇപ്പോൾ കറക്റ്റായി. അടിപൊളി സിലിണ്ടർ. മനോഹരമായ സിലിണ്ടർ. അപ്പോൾ എന്താണ്, നമ്മളൊരു സിലിണ്ടർ വരച്ചു. ഇനി എന്താണ് ഇതിൻ്റെ റേഡിയസ് എത്ര പറഞ്ഞിട്ടുണ്ട്? റേഡിയസ് 30. ഇങ്ങനെ കാണിക്കല്ലേ. റേഡിയസ് 30. പിന്നെ എന്താണ് ഇതിൻ്റെ ഹൈറ്റ് എത്ര പറഞ്ഞിരിക്കുന്നത്? റേഡിയസ് 30, അതിൻ്റെ ഹൈറ്റ് 42. ഈ സിലിണ്ടർ എടുത്ത് നമ്മൾ ഇതിനകത്തിലെ വെള്ളം എല്ലാം കൂടി എടുത്ത് നമ്മളൊരു ഒരു ടബിലേക്ക് ഇടുക. ഒരു ടബിലേക്ക് നമ്മൾ ഇടുക. ടബിലേക്ക് ഇടുമ്പോൾ അതിന് ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഉണ്ടായിരിക്കും അല്ലേ. ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റും ഉണ്ടായിരിക്കും. അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ലെങ്ത് 75 ബ്രെഡ്ത്ത് 44 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് 75 ബ്രെഡ്ത്ത് 44 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. സോ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതിലെ കണ്ടന്റ് എല്ലാം കൂടി ഇതിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൽ വെള്ളം നിറയുമല്ലോ. ഇത്രയും ആയെന്ന് വിചാരിച്ചു. വെള്ളം ഇതെല്ലാം കൂടി ഒഴിച്ചപ്പോൾ ഇത്രയായെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തുമാത്രം ഹൈറ്റിലേക്ക് ഈ വെള്ളം വന്നു എന്നാണ് ചോദ്യം. അപ്പം ഇത്രയും ഭാഗത്തിൻ്റെ വോളിയമാണ് ഈക്വലാണ് അല്ലേ. സിലിണ്ടറിനകത്തിലുള്ള വെള്ളം എടുത്ത് ഇങ്ങോട്ട് ഒഴിച്ചപ്പോൾ അതെന്തിന് തുല്യമായി? ഇത്രയും വോളിയത്തിന്. അപ്പോൾ ഈ രണ്ട് വോളിയവും ഈക്വലാണ്. പച്ച കളറിൽ വരച്ചേക്കുന്ന രണ്ട് ഈക്വലാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ രണ്ട് വോളിയം ഈക്വലാണ്. രണ്ട് വോളിയം ഈക്വലാന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? πr² h ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് പൈ 22/7 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ 22/7 ഇൻറ്റു r² എന്ന് പറയുമ്പോൾ r എത്രയാണ്? 30 ഇൻറ്റു ഹൈറ്റ് 42 ഈസ് ഈക്വൽ ടു ലെങ്ത് 22 ബ്രെഡ്ത്ത് 44 ഹൈറ്റ് അറിയത്തില്ല അല്ലേ. ലെങ്ത് 22 അല്ല, ലെങ്ത് 75. ലെങ്ത് 75 ബ്രെഡ്ത്ത് 44 ഹൈറ്റ് അറിയത്തില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഇതങ്ങ് സോൾവ് ചെയ്യുക. 7 6 42. യെസ്. സോ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 22 ഇൻറ്റു 30 ഇൻറ്റു 6 ഇൻറ്റു 22 അല്ല 22 ഇൻറ്റു 30 ഇൻറ്റു ഹൈറ്റ് ഈസ് ഈക്വൽ ടു 22 ഇൻറ്റു 30 ഇൻറ്റു 30 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ, കാരണം ഹൈറ്റ് എച്ച് ഒറ്റയ്ക്കാക്കണം. അപ്പോൾ ഇപ്പുറത്തുള്ള ഇതിനെല്ലാം ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് ഹരിക്കണം. അപ്പോൾ നമുക്ക് ഡിവൈഡഡ് ബൈ 75 ഇൻറ്റു 44. ഇനി നമുക്ക് വെട്ടിക്കളഞ്ഞൊക്കെ ചെയ്യാം. വെട്ടിക്കളയുമ്പോൾ നമുക്ക് 22ൻ്റെ ഇരട്ടിയാണ് 44. 2ൻ്റെ ഇരട്ടി 3 ആകുമ്പോൾ ഇവിടെ 25 5
6 6 6 36. സോ 36. സോ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 36 ആയിരിക്കും. 36 ഉണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. സോ ഇതുപോലെ വോളിയം ഈക്വൽ ആണ്. ഒരു ഷേപ്പിൻ്റെ വോളിയം മറ്റൊരു ഷേപ്പിൻ്റെ വോളിയം, ഒരു ഫിഗറിൻ്റെ വോളിയം മറ്റൊരെണ്ണത്തിൻ്റെ വോളിയം ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഇതേപോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 6. ഇഫ് ദ റേഡിയസ് ഓഫ് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ, അതിനകത്ത് ഇനി സംശയമുണ്ടോ? റൈറ്റ് സർക്കുലർ സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഈ സർക്കിളും സെയിം ആയിരിക്കും. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇത് രണ്ടും ഒരേപോലെ, അല്ലാതെ ഒരു കോണിക്കൽ ഷേപ്പിലേക്ക് പോകുന്നില്ല എന്നാണ് മുകളിലുള്ള. ഇപ്പോൾ ഇത് നോക്കിയാൽ അറിയാം, ഇതിൻ്റെ ഈ ഡയമീറ്ററും അല്ലെങ്കിൽ ഈ റേഡിയസും എല്ലാം ഈക്വൽ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ റൈറ്റ് സർക്കുലർ സിലിണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് എ സിലിണ്ടറിക്കൽ? ഓക്കെ, അടുത്ത ചോദ്യം. യെസ്, ഇഫ് ദ റേഡിയസ് ഓഫ് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഇസ് ഡിക്രീസ്ഡ് ബൈ 10% ആൻഡ് ഹൈറ്റ് ഇസ് ഇൻക്രീസ്ഡ് ബൈ 20%, then the percentage increase or decrease in its volume. അപ്പോൾ നോക്കാം നമുക്ക്. πr²h πr²h ആദ്യം. സോ പൈ നമുക്ക് രണ്ടിടത്തുനിന്നും കട്ട് ചെയ്ത് കളയാം. പിന്നെ റേഡിയസും 10 ഹൈറ്റും 10 എന്ന് വിചാരിക്കാം. അപ്പോൾ രണ്ടും 10 ആയിട്ട് എടുത്തു. ഇൻക്രീസോ ഡിക്രീസോ ഒന്നുമില്ല. അപ്പോൾ 10ൻ്റെ സ്ക്വയർ 100 × 10 1000. ഇനി ഇവിടെ എന്താ സംഭവിച്ചത്? ഇപ്പുറത്ത് ഇതാണ് നോർമലി ഇങ്ങനെ ആയിരുന്നു, 10ഉം 10ഉം ആയിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഹൈറ്റ് റേഡിയസ് 10% കുറഞ്ഞു. അപ്പോൾ റേഡിയസ് എന്ന് പറയുമ്പോൾ എത്രയായി? 9 ആയി. സോ 9ൻ്റെ സ്ക്വയർ ഇൻറ്റു ഹൈറ്റിന് എന്ത് സംഭവിച്ചു? 20% കൂടി. 10 എന്നുള്ളത് 20% കൂടി എന്ന് പറയുമ്പോൾ 12. അപ്പോൾ 9ൻ്റെ സ്ക്വയർ 81 × 12 എന്ന് പറയുമ്പോൾ 972 എന്ന് കിട്ടും. അപ്പോൾ ഈ 1000 ആയിരുന്ന സാധനം 972 ആയിട്ട് കുറഞ്ഞു. 1000 972 ആയിട്ട് കുറയുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? 1000 972 ആയിട്ട് കുറയുക എന്ന് പറയുമ്പോൾ എത്ര കുറയണം? 28 കുറയണം. അത് എത്ര ശതമാനം എന്നാണ് ചോദ്യം. പെർസെൻറ്റേജ് ചേഞ്ചാണ് ചോദിച്ചിരിക്കുന്നത്. പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഇറ്റ്സ് വോളിയം. 1000 28 ആയിട്ട് കുറഞ്ഞു, 972 എത്ര ശതമാനം കുറഞ്ഞു? 28 അല്ലേ കുറഞ്ഞേ? എവിടുന്നാണ് കുറഞ്ഞേ? 1000-ൽ നിന്ന്. അപ്പോൾ 1000-ൻ്റെ എത്ര ശതമാനമാണ് 28? പറഞ്ഞു 2.8% ഡിക്രീസ്. 2.8% ഡിക്രീസ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ സി ഓപ്ഷൻ, ഡിക്രീസ്ഡ് ബൈ 2.8%. അടുത്ത ചോദ്യം നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 7. The curved surface area of a cylinder is 462 centimeter square and its base area is 346.5 centimeter square. What is the volume of the cylinder? അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ നമുക്കറിയാം. ഈ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? 2πRH. ഈ 2πRH എത്രയാണ്? 462 ആണ്. 462 ആണ്. ഇനി എന്താ കണ്ടുപിടി? വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്? ആൻഡ് ഇറ്റ്സ് ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ πr² അല്ലേ? കാരണം ബേസ് ഏരിയ സർക്കിൾ അല്ലേ? സർക്കിളിൻ്റെ ഏരിയ πr². എത്ര? 346.5. അതായത് 22/7 ഇൻറ്റു റേഡിയസ് തന്നിട്ടുണ്ടോ? ഇല്ല. r² ഈസ് ഈക്വൽ ടു 346.5. അപ്പോൾ മക്കളെ r² എന്ന് പറയുമ്പോൾ 346.5 ഇൻറ്റു 7/22 ചെയ്യണം. അപ്പോൾ നമുക്ക് 110.25 എന്ന് കിട്ടും. r² 110.25 ആണെങ്കിൽ r എന്ന് പറഞ്ഞാൽ √110.25. എത്ര കിട്ടും? 10.5 എന്ന് കിട്ടും. അപ്പോൾ r 10.5. 10.5നെ വേണമെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ ആക്കി എഴുതാം. 21ൻ്റെ പകുതി എന്ന് എഴുതാം കേട്ടോ. അങ്ങനെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് റേഡിയസ് കിട്ടി. ഇനി എന്താ? അപ്പോൾ ഈ r-ൻ്റെ വാല്യൂ എടുത്ത് നമ്മൾ 2πRH ഇടാൻ പോവാം. r-ൻ്റെ വാല്യൂ 2πRH ഇടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? h കിട്ടും. അപ്പോൾ r-ൻ്റെ വാല്യൂ 21/2 എന്നുള്ളത് ഞാൻ 2πRH ഇടുക. 2πRH 462 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. സോ 2 ഇൻറ്റു പൈക്ക് പകരം 22/7 ഇൻറ്റു r എന്ന് പറയുമ്പോൾ 21/2 ഇൻറ്റു h ഈസ് ഈക്വൽ ടു 462. അപ്പോൾ 22 11 7 3 33 2 66 h എന്ന് പറയുന്നത് 462 എന്ന് കിട്ടും. സോ h 462 ഡിവൈഡഡ് ബൈ 66 എന്ന് പറയുമ്പോൾ 7 എന്ന് കിട്ടും. സോ എച്ചിൻ്റെ വാല്യൂ എത്ര കിട്ടി? 7 എന്ന് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? വോളിയം അല്ലേ കണ്ടുപിടിക്കേണ്ടത്? വോളിയം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ്? πr²h.
പൈ ആർ സ്ക്വയർ എച്ച് പൈ എന്ന് പറയുമ്പോൾ 22/7, ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 21/2 ഇൻറ്റു 21/2 ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ 7. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. 7, 3, 21, 2, 11, 11 ഇൻറ്റു 31 ഇൻറ്റു 21, 11 ഇൻറ്റു 3 ഇൻറ്റു 21 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 2, 4851 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അതായത് 2425.5, 2425.5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷനിലുണ്ടോ? യെസ്. ഒന്നുമില്ല, ഓരോ വാല്യൂ ഓരോരുത്തർക്ക് ഇട്ട് കൊടുക്കുക, അപ്പോൾ ഓരോന്ന് കിട്ടും, അത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ പൈ ആർ സ്ക്വയറിനകത്തിൽ നിന്ന് നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടി. പൈ ആർ സ്ക്വയർ 346.5 ആണെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് ചെയ്തു. അതിൽ നിന്ന് നമുക്ക് ആർ ഈസ് ഈക്വൽ ടു 10.5 അല്ലെങ്കിൽ 21/2 എന്ന് കിട്ടി. ആ ആറിൻ്റെ വാല്യൂ എടുത്ത് നമ്മൾ 2πRH ഇട്ട് കൊടുത്തു. അപ്പോൾ അവിടുന്ന് നമുക്ക് എച്ചിൻ്റെ വാല്യൂ കിട്ടി 7. 6 എച്ചും നമുക്ക് കിട്ടി. 6 എച്ചും വെച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? വോളിയം കണ്ടുപിടിച്ചു, 2425.5. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 8. A cylindrical vessel of diameter 32 cm is partially filled with water. A solid metallic sphere of radius 12 cm is dropped into it. What will be the increase in the level of water in the vessel? So ഇവിടെ നമുക്കൊരു പടം വരയ്ക്കണം, ഒരു സിലിണ്ടർ വരയ്ക്കണം. എന്ത് ചെയ്യുന്നു, കഴിവ് കൂടിപ്പോയാലുള്ള കുഴപ്പമേ. അപ്പം ഒരു മനോഹരമായ ഒരു സിലിണ്ടർ നമ്മൾ വരച്ചിരിക്കുകയാണ്. ഇനി ഈ സിലിണ്ടറിനകത്തിലേക്ക് നമുക്ക് എന്ത് വേണം? ഒരു ബോള് നമുക്ക് കൊണ്ടുവന്നിടണം. അപ്പോൾ ബോൾ ഇതാണ്ട് വരയ്ക്കുന്നു, മനോഹരമായി വരട്ടെ. ഇച്ചിരി കൂടെ മനോഹരമാക്കാൻ വേണമെങ്കിൽ അവസാനം ഈ കുളിപ്പിച്ച് കൊച്ചില്ലാതാക്കുമെന്ന് പറയുന്ന പോലെ. ഓഹ്, എനിക്ക് വയ്യ, എന്താ ഒരു കഴിവ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തിനേക്ക് ഈ സിലിണ്ടറിക്കൽ വെസലിൻ്റെ ഡയമീറ്റർ 32, അപ്പോൾ റേഡിയസ് 16 ആണ്. റേഡിയസ് 16. പിന്നെ എന്താണ്? ഡയമീറ്റർ 32, റേഡിയസ് 16 ഫിൽഡ് വിത്ത് സോളിഡ് മെറ്റാലിക് സ്ഫിയർ ഓഫ് റേഡിയസ് 12. അപ്പം ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. അത് നമ്മളെടുത്ത് ഇതിനകത്തിലേക്ക് ഇട്ടു. ഇതിനകത്തിൽ എത്രയോ വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബോൾ ഇങ്ങോട്ട് ഇടുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കൂടും. കാരണം വെള്ളത്തിലോട്ട് ഒരു ബോൾ എടുത്തിടുമ്പം, വെയിറ്റുള്ള ഒരു ബോൾ എടുത്തിടുമ്പം ആ ബോൾ അങ്ങ് മുങ്ങും, വെള്ളം അതിനനുസരിച്ച് മുകളിലേക്ക് പോകും, അല്ലേ? ആർക്കിമിഡീസ് ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വോളിയം ഈക്വലാണ്. കാരണം ഈ താഴേക്ക് വീഴുന്ന വോളിയത്തിന് ഈക്വലായിട്ടുള്ള അത്രയും വെള്ളമല്ലേ മുകളിലേക്ക് പൊങ്ങുള്ളൂ. എത്ര വെയിറ്റ് ആണോ അങ്ങോട്ട് വരുന്നത് അതിന് ഈക്വലായിട്ടുള്ള വെള്ളമല്ലേ മുകളിലേക്ക് പൊങ്ങുള്ളൂ. സോ നമുക്ക് ഇവിടെ റേഡിയസ് തന്നിട്ടുണ്ട് 16. സോ രണ്ടിൻ്റെയും വോളിയം ഈക്വൽ ആണ്. നമ്മൾ താഴേക്ക് വരുന്ന അത്രയും വെള്ളം തന്നെ ഇത് ഈ സിലിണ്ടറിലേക്ക് ഈ ബോൾ എടുത്തിടുമ്പോൾ പൊങ്ങുന്ന വെള്ളം എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ അല്ലെ ആ ബോളിൻ്റെ ആ സ്ഫിയറിൻ്റെ വോളിയത്തിന് ഈക്വലായിട്ടുള്ള വെള്ളമായിരിക്കുമല്ലോ പൊങ്ങുന്നത്. സോ രണ്ടിൻ്റെയും വോളിയം ഈക്വൽ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ എച്ച് ഈസ് ഈക്വൽ ടു സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ 4/3 πr ക്യൂബാണ്, അല്ലേ? ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നും പൈ നമുക്ക് കട്ട് ചെയ്ത് കളയാം. സോ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ് ഇവിടെ? ഇതിൻ്റെ 16ൻ്റെ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് ഈസ് ഈക്വൽ ടു 4/3 ഇൻറ്റു ആർ ക്യൂബ്. ആർ ക്യൂബ് എത്ര ഇവിടെ? ഇതിൻ്റെ 12 അല്ലേ പറഞ്ഞിരിക്കുന്നത്? യെസ്, 12 ഇൻറ്റു 12 ഇൻറ്റു 12. അപ്പം 4. യെസ്. സോ ഇവിടെ നമുക്ക് 16 ഇൻറ്റു 16 ഇൻറ്റു എച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 4 ഇൻറ്റു 12 ഇൻറ്റു 12. അപ്പം 4 ഇൻറ്റു 4 16 ഇവിടെ കട്ട് ചെയ്ത് പോകുന്നു. ഇവിടെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 4 പ്രാവശ്യം, ഇവിടെ 3 പ്രാവശ്യം, അല്ലേ? വീണ്ടും 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ 3 പ്രാവശ്യം. സോ എച്ച് ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. സോ എച്ചിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവന്ന് ഹരിച്ച് നോക്കിയൊക്കെ എഴുതാം. ഞാൻ ഇവിടെ വെച്ച് തന്നെ അങ്ങ് ചെയ്തതേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, എച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 4 ഇൻറ്റു 12 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ എച്ചിനെ ഒറ്റയ്ക്കാക്കുന്നു. അപ്പോൾ 16 ഇൻറ്റു 16 കൊണ്ട് അതിനെ ഹരിക്കുന്നു.
സോ അങ്ങനെയും ചെയ്യാൻ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈ സൈഡിൽ വെച്ച് തന്നെ അങ്ങ് വെട്ടി കളഞ്ഞ് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 9. വാട്ട് വിൽ ബി ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പോളിഷിംഗ് ദ കർവ്ഡ് സർഫസ് ഓഫ് എ വുഡൻ സിലിണ്ടർ? അപ്പോൾ കർവ്ഡ് സർഫസ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2πRh ആണ്. 2 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 22/7 ഇൻറ്റു R എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡയമീറ്റർ 70 ആണ്. സോ R എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 35 ആയിരിക്കും. ഇതും സെൻറ്റിമീറ്റർ ആണ് കേട്ടോ, 6 മീറ്റർ അല്ല, 6 സെൻറ്റിമീറ്റർ. 35 ഇൻറ്റു 6 സെൻറ്റിമീറ്റർ, അതും എത്ര തന്നെയാണ്? 6. സോ നമ്മളിതെല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2πRh എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 7 22 ഇൻറ്റു 5 അല്ലെ 10, 220 ഇൻറ്റു 6, 1320 എന്ന് കിട്ടും. 1320. പക്ഷേ 1320 സെൻറ്റിമീറ്റർ ആണ്. മീറ്ററിന് 50 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ സെൻറ്റിമീറ്ററിനെ നമ്മൾ മീറ്റർ ആക്കണം, 100 കൊണ്ട് ഹരിക്കണം. അപ്പോൾ എത്രയായി? സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 100 കൊണ്ട് ഹരിക്കണം. എന്നിട്ട് ഓരോ മീറ്ററിന് എത്ര രൂപ വെച്ച്? 50 രൂപ വെച്ച്. അപ്പോൾ 50ൻ്റെ ഇരട്ടിയല്ലേ 100, കട്ട് ചെയ്ത് കളയുന്നു. 1320 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 660 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 660. സോ ഒന്നുമില്ല, എക്സ്പെൻസ് ആ ചോദിച്ചിരിക്കുന്നത്, ടോട്ടൽ എക്സ്പെൻസ് ആ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്തിൻ്റെയാണ്? കർവ്ഡ് സർഫസ് ഓഫ് എ വുഡൻ. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് കർവ്ഡ് സർഫസ് ഏരിയ ആണ് അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ന് വെച്ചാൽ അപ്പോൾ പെയിൻറ്റ് അടിക്കുകയാണ്. പെയിൻറ്റ് പോളിഷിങ്ങോ പെയിൻറ്റിങ്ങോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഈ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിച്ചിട്ട് ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര ആണല്ലേ, ഒരു മീറ്റർ സ്ക്വയറിന് എത്ര ആണ് അത് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ 2πRh. 2 ഇൻറ്റു പൈ എന്ന് പറയുമ്പോൾ 22/7. ഡയമീറ്റർ 70 ആണ്. അപ്പോൾ റേഡിയസ് അതിൻ്റെ പകുതി 35 ആയിരിക്കും. ഹൈറ്റ് 6 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ മൾട്ടിപ്ലൈ ചെയ്യുന്ന 1320 എന്ന് കിട്ടുന്നു. പക്ഷേ 1320 സെൻറ്റിമീറ്റർ ആയിരിക്കും. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? 100 കൊണ്ട് ഹരിക്കുന്നു. എന്നിട്ട് ഒരു മീറ്ററിന് 50 രൂപ വെച്ച് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് 660 കിട്ടി. വെരി സിമ്പിൾ. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 10. The curved surface area of a right circular cylinder is 616. So CSA എത്ര കിട്ടും? 616. ആൻഡ് ഏരിയ ഓഫ് ബേസ് 38.5. ഏരിയ ഓഫ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? πr² ആയിരിക്കും. കാരണം സിലിണ്ടറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ സർക്കിൾ ആയിരിക്കും. πr² എന്ന് പറയുന്നത് 38.5 ആണ്. 38.5നെ നമുക്ക് വേണമെങ്കിൽ 77ൻ്റെ പകുതി എന്ന് എടുക്കാം. അപ്പോൾ പൈ 22/7 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 22/7 ഇൻറ്റു R² ഈസ് ഈക്വൽ ടു 77/2. സോ R² ഈസ് ഈക്വൽ ടു 77/2 ഇൻറ്റു 7/22 എന്ന് കിട്ടും. 22 ഇവിടെ 2 പ്രാവശ്യം, ഇവിടെ 7 പ്രാവശ്യം. സോ 49/4 എന്ന് കിട്ടും R². അപ്പോൾ നമുക്ക് ഈ R² എന്ന് പറയുന്നത് 49/4 കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് 6 എന്ന് പറയുമ്പോൾ √49/4 എടുക്കുക. 49ൻ്റെ റൂട്ട് 7ഉം 4ൻ്റെ റൂട്ട് 2ഉം. റേഡിയസും കിട്ടി. R² ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചിലയിടത്തത് ഉപയോഗിക്കാം, 6 ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അത് അവിടെ കിടന്നോട്ടെ. ഇനി നമുക്ക് എന്താണ്? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഇനി ഇതിനകത്തിൽ നിന്ന് നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് CSA പറഞ്ഞിട്ടുണ്ടല്ലോ. CSA എന്ന് പറയുമ്പോൾ 616 എന്ന് പറഞ്ഞാൽ എന്താണ്? 2πRh ആണല്ലോ. അതെ. അപ്പോൾ 2 ഇൻറ്റു പൈ എന്ന് പറയുമ്പോൾ 22/7. റേഡിയസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? റേഡിയസ് എന്ന് പറയുമ്പോൾ നമുക്ക് 7/2 എടുക്കാം. ഇൻറ്റു ഹൈറ്റ് അതാണല്ലോ 616. ഓക്കെ. അപ്പോൾ 7 കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ നമുക്ക് 2 11 22H എന്ന് പറയുന്നതായിരിക്കും 616. സോ H ഈസ് ഈക്വൽ ടു 616 ഡിവൈഡഡ് ബൈ 22 എത്ര കിട്ടുന്നു? നമുക്ക് 28 എന്ന് കിട്ടുന്നു. സോ H എത്ര കിട്ടി? 28. അപ്പോൾ R ഉം H ഉം കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഈസ് ഈക്വൽ ടു πr²H. പൈ എന്ന് പറഞ്ഞാൽ 22/7. R² എന്ന് പറഞ്ഞാൽ R എത്രയാണ്? R² ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? R² ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടിയിട്ടുണ്ട്? 49/4. സോ 49/4, അല്ലെങ്കിൽ നിങ്ങൾക്ക് 7/2 ഇൻറ്റു 7/2 എഴുതാം, അതിൻ്റെ ആവശ്യമില്ല. 49/4 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 28. 7 ഇൻറ്റു 4 ആണ് 28. അപ്പോൾ ഇതങ്ങ് കട്ട് ചെയ്തു പോകും. പിന്നെ 22 ഇൻറ്റു 49 നോക്കിയാൽ മതി. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 1078 എന്ന് ആൻസർ കിട്ടും. സോ 1078 എന്ന് ആൻസർ കിട്ടും. 1078. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ സി. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഒരല്പം ആലോചിച്ചാൽ പെട്ടെന്ന്. അപ്പോൾ ആദ്യമേ തുടക്കത്തിലെ നമ്മൾ പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ഉദാഹരണത്തിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? സിലിണ്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് ഏരിയ സർക്കിൾ ആണെന്നും
ആ സർക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ ഹൈറ്റ് ഇതൊക്കെ വരുന്നത്, അതായത് CSA, കർവ്ഡ് സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, വോളിയം, ഇതൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഹലോ, ഡെലിവറിക്കാർ വന്നു, നീ വെളിയിലോട്ട് ഇറങ്ങി നിൽക്കുക.